പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ധ്യാനിക്കുവാനായിട്ട് ക്ഷണിക്കുന്നത് ശുദ്ധമുള്ള പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വേദവാക്യങ്ങളിലൂടെയാണ്. അവിടെ നാം ഇങ്ങനെ വായിച്ചു കേൾക്കുകയാണ്: ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത്, ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തി പറയുകയാണ്, നിങ്ങളെല്ലാവരെയുമാണ്. അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി. അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിബന്ധിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പുവരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണമുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ആണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. ഒരു മനുഷ്യൻ ശ്ലീഹായെയും പരിശുദ്ധ സഭയെയും ദുഃഖിപ്പിച്ചപ്പോൾ, അവർക്കെതിരായി നിന്നപ്പോൾ, ജനം മുഴുവനും അവനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവനെതിരായി മാറി എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ശ്ലീഹ പറയുന്നുണ്ട്, അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി. അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിബന്ധിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. ഒരു മനുഷ്യൻ തെറ്റിപ്പോയി തെറ്റിൽ വീണ് കഴിഞ്ഞാൽ അവനോട് ആദ്യം നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ആദ്യം അവനൊരു പൊതുവായിട്ട് എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുകയും അവനെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ശിക്ഷ എന്ന് വ്യക്തമായിട്ടില്ല എങ്കിൽ തന്നെയും വീണ്ടും പൗലോസ് ശ്ലീഹ അവരോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളവനെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ ആ ശിക്ഷണ നടപടികൾ അത് മതി. എന്നിട്ടാണ് പറയുന്നത്, അവൻ അഗാധ ദുഃഖത്തിൽ നിബന്ധിക്കാതിരിക്കുന്നതിനും, അഗാധമായ ദുഃഖത്തിൽ അവൻ നിബന്ധിക്കാതിരിക്കുന്നതിനും നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ അഗാധ ദുഃഖത്തിലേക്ക് തള്ളിവിടാതെ നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളോട് തെറ്റ് ചെയ്ത ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെ ഉറപ്പ് വരുത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് ശ്ലീഹ പറയുന്ന മറ്റൊരു വചന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതെന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവനോട് സഭയും ഓരോ വ്യക്തികളും എങ്ങനെയായിരിക്കണം എന്ന് ശ്ലീഹ ബോധ്യപ്പെടുത്തുകയാണ്. അവൻ അഗാധമായ ദുഃഖത്തിൽ വീണു പോകാതെ നിങ്ങൾ അവനെ ചേർത്ത് പിടിക്കണം. അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെന്ന്
അവന് ഉറപ്പുവരുത്തണം. അങ്ങനെ നിങ്ങൾ അവനെ സ്വന്തമാക്കണം. ഇതിനെക്കുറിച്ച് നാം കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ, ശുദ്ധമുള്ള ലൂക്ക എഴുതിയ സുവിശേഷ ഭാഗം 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നാം ഇങ്ങനെ വായിച്ചു കേൾക്കുന്നു: ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരീസ്യരും നിയമജ്ഞരും പിറുപിറുത്തു. ഇത് കണ്ട ഫരീസ്യരും നിയമജ്ഞരും പിറുപിറുത്തു: ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് അവർ പിറുപിറുത്തു പറയുകയാണ്. കർത്താവ് അവരോട് ഒരു ഉപമ പറഞ്ഞുകൊണ്ട്, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? ഫരീസ്യരോടും നിയമജ്ഞരോടും ഭൗതികമായ അർത്ഥത്തിൽ ചോദിക്കുകയാണ്: നിങ്ങളിൽ ആരാണ് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടിട്ട് 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? അവിടെ ഒരു ഭൗതികമായ അല്ലെങ്കിൽ ലൗകികമായ ഒരു വസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. 99 നിനക്കുണ്ട്, പക്ഷെ ഒന്ന് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടതിനെ തേടി നീ പോകും. കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിൽ എത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഫരീസ്യരോടും നിയമജ്ഞരോടും പറയുകയാണ് ഒരു ഉപമ വഴിയായിട്ട്. അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പോയത് ഒരാടാണെങ്കിൽ 99 നിനക്കുണ്ട്, പക്ഷെ നീ എന്ത് ചെയ്യുന്നു? ആ നഷ്ടപ്പെട്ടതിനെ തേടി നീ കണ്ടുപിടിച്ച് കിട്ടിക്കഴിയുമ്പോൾ നീ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയാണ് എങ്കിൽ തൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിൽ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ കർത്താവ് ഈ ഉപമയെ താരതമ്യപ്പെടുത്തി പറയുന്നത്, സ്വർഗത്തിൽ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ 99, അതായത് മാനസാന്തരം, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അധികമായി അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സന്തോഷിക്കും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്തു തെറ്റിപ്പോയി, പക്ഷെ അവൻ്റെ തിരിച്ചുവരവിലും അവൻ്റെ മാനസാന്തരത്തിലും സ്വർഗം സന്തോഷിക്കുന്നു. സ്വർഗത്തിൽ തൻ്റെ പിതാവ് സന്തോഷിക്കുന്നു. തുടർന്ന് നാം വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിച്ചു കേൾക്കുകയാണ്: ധൂർത്തനായ പുത്രൻ ഇങ്ങനെ പറയുന്നതായി നാം കാണുന്നു: ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അനുതപിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരു മകൻ, ഒരു പാപിയായ മനുഷ്യൻ, അവൻ എങ്ങനെയായിരിക്കണം എന്ന് നാം ഇവിടെ കാണുകയാണ്. അവനായിരിക്കുന്ന ആ പാപാവസ്ഥയിൽ നിന്ന്, അവൻ അകപ്പെട്ടു പോയ ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന്, അന്ധകാരാവസ്ഥയിൽ നിന്ന്, എവിടെയാണോ അവൻ വീണുപോയത്
അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു നടക്കുന്നതായി നാം കാണുന്നു. പിതാവിൻ്റെ അടുക്കിൽ നിന്ന് ഓടിപ്പോയപ്പോഴാണ്, അകന്നുപോയപ്പോഴാണ് അവൻ തെറ്റിപ്പോയത്. ഇപ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്ക് അവൻ തിരിച്ച് മടങ്ങി വരികയാണ്. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നാം പാപത്തിൽ അകപ്പെട്ടു പോകുന്നത്. ആ അവസ്ഥയിൽ തിരിച്ച് പിതാവാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണോ ദൈവം നമ്മളെ സ്വീകരിക്കുന്നത് എന്ന് ഈ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഈ വീണുപോയ, ഈ തെറ്റിപ്പോയ ധൂർത്തനായ മകൻ, പാപിയായ മനുഷ്യൻ, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിപ്പോകും. ഞാൻ പിതാവിനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനെ പോലെയെങ്കിലും എന്നെ നീ മാനിക്കണമേ. പാപിയായ മനുഷ്യൻ അനുദപിക്കുന്ന രീതിയാണ് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, പിതാവേ, അവിടുത്തെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. അവിടുത്തെ ദാസരിൽ ഒരുവിനെ പോലെയെങ്കിലും എന്നെ അവിടുന്ന് പരിഗണിക്കണമേ എന്ന്. അവൻ മനസ്സിലാണ് പറഞ്ഞത്, പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും, ഞാൻ പാപം ചെയ്തു, എന്നെ അവിടുത്തെ പുത്രനായിട്ട് അല്ലെങ്കിൽ പോലും അവിടുത്തെ ഒരു ദാസനെ പോലെ സ്വീകരിക്കണമേ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. അവനെ ദൂരെ വെച്ച് കണ്ട പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ പിതാവിൻ്റെ അടുക്കൽ പുത്രൻ പറയുകയാണ്. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. അവൻ്റെ മുഷിഞ്ഞ വസ്ത്രമെല്ലാം മാറ്റി ഏറ്റവും മനോഹരമായ വസ്ത്രം അവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. പിതാവിൻ്റെ അവകാശത്തിൻ്റെ മുദ്രയാണ് മോതിരം. മനോഹരമായ ചെരുപ്പുകൾ അവനെ അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഒരു പാപിയായ മനുഷ്യൻ്റെ തിരിച്ചുവരവിൽ എങ്ങനെയാണ് സ്വർഗത്തിലെ പിതാവ് സന്തോഷിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അവൻ്റെ അനുതാപത്തിൽ, അവൻ്റെ മനസ്സാന്തരത്തിൽ പിതാവ് അവനെ പൂർണ്ണമായി സ്വീകരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചന ഭാഗം പരിശോധിക്കുമ്പോൾ, എല്ലാവരും പാപം ചെയ്ത് ദൈവഹിതത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും, കണ്ട, പിതാവാം ദൈവം തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്താനും, അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കുവാനുമാണ് ഇപ്രകാരം ചെയ്തത്. പിതാവാം ദൈവം തൻ്റെ പുത്രൻ വഴിയായി, പുത്രൻ്റെ രക്തത്തിലൂടെ, അവനുള്ള വിശ്വാസം വഴിയായി എല്ലാവരെയും നീതീകരിക്കുന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണം. അവിടെ ഒരു പാപിയെ പോലും ദൈവം ഒഴിവാക്കുന്നില്ല. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന, അനുദപിക്കുന്ന
യേശു കർത്താവിനെ ഏറ്റുപറയുന്ന എല്ലാവരെയും പിതാവ് നീതീകരിക്കുന്നു. എങ്ങനെയാണ്? തൻ്റെ ക്ഷമയിൽ. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട്. ഇതിനെക്കുറിച്ച് ദാവീദ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയത് പൗലോസ്ലീഹ ഉദ്ധരിക്കുന്നുണ്ട്. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. റോമർ 4:5 വചനഭാഗമാണ്. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നതിൻ്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നുണ്ട്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പുത്രൻ വഴിയായി വെളിപ്പെടുത്തിയപ്പോൾ എല്ലാ പാപികളെയും അവരുടെ അനുതാപം വഴിയായി, മനസ്സാന്തരം വഴിയായി നീതീകരിക്കുന്ന ദൈവ നീതിയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. വീണ്ടും താഴേക്ക് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു മനുഷ്യൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്കു കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്വീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂട്ടി നിന്നോടൊത്ത് കൊണ്ടുപോകുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ നാം എങ്ങനെയാണ് അവനോട് ഇടപെടേണ്ടതെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. ഇതിൽ തൊട്ട് താഴെ വരുന്ന വചനഭാഗം കൂടി വായിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ വിധം നിങ്ങൾ ഭൂമിയിൽ ഒരാളോട് ക്ഷമിക്കാതെ, പൊറുക്കാതെ അവനെതിരായി ഒരു ആരോപണമായി നിൽക്കുന്നുവെങ്കിൽ അത് സ്വർഗത്തിലും അതുപോലെ തന്നെ കെട്ടപ്പെട്ടതും ക്ഷമിക്കപ്പെടാത്തതുമായി നിൽക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുന്നുവെങ്കിൽ, അവനോട് പൊറുക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവവും അവനോട് ക്ഷമിക്കും, അവനോട് പൊറുക്കും. അപ്പോൾ ഒരു പാപിയായ മനുഷ്യനോട് ആദ്യം ക്ഷമിക്കേണ്ടത് ആരാണ്? നാം ഓരോരുത്തരുമാണ്. ഇങ്ങനെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തപ്പോൾ, നിങ്ങൾ ഭൂമിയിൽ വെച്ച് ഒരാളുടെ തെറ്റ് ക്ഷമിക്കുന്നുവെങ്കിൽ, അത് അഴിച്ചു കൊടുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ പാപം നീ കെട്ടുകയാണെങ്കിൽ, അവൻ്റെ തെറ്റ് നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടതും, നീ അവൻ്റെ തെറ്റ്, അവൻ്റെ കുറവ് നീ അഴിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ പരിശുദ്ധ പത്രോസ് ശ്ലീഹ ചോദിക്കുകയാണ്. പത്രോസ് മുന്നോട്ട് വന്നിട്ട് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കണം. പത്രോസ് ശ്ലീഹ ചോദിച്ചു, 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു.
നിന്റെ സഹോദരൻ നിനക്കെതിരെ പാപം ചെയ്താൽ നീ അവനോട് എത്രമാത്രം ക്ഷമിക്കണമെന്ന് പിതാവാം ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെ ആസ്പദമാക്കി കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. നിങ്ങൾ പരസ്പരം സഹോദരങ്ങളോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഇതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നാം വായിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വചനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവ് പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റു ചെകിടും കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുവകകൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുവിൻ. നാം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുകയാണ്. നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ വചനം പാലിക്കും, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കും. കർത്താവിൻ്റെ കൽപ്പനകളാണ് നാം വായിച്ചു കേട്ടത്. ഒരു മനുഷ്യനോട്, ഒരു ശത്രുവിനോട്, നമുക്കെതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയോട്, നമുക്കുള്ളത് പിടിച്ചു പറിക്കുന്ന വ്യക്തികളോട് നാം ഏതു വിധത്തിൽ ആയിരിക്കണമെന്ന് കർത്താവ് തൻ്റെ കൽപ്പനകളിലൂടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് തൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയോട് എത്രമാത്രം കരുണയുള്ളവനായിരിക്കണം നാം ഓരോരുത്തരും. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും കരുണയുള്ളവരായിരിക്കുകയും. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. ഇതാണ് കർത്താവ് നമ്മളോട് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന്, ക്രിസ്തുവാകുന്നുവെന്ന് പത്രോസ്ലീഹ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ശിമോനെ, നീ ഭാഗ്യവാനാണ്. മാംസരക്തങ്ങളല്ല, നിന്റെ ബുദ്ധിയോ ശക്തിയോ കഴിവോ ജ്ഞാനം കൊണ്ടല്ല നിനക്കിത് വെളിപ്പെട്ട് കിട്ടിയത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. എന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പത്രോസ് ഏറ്റുപറഞ്ഞതായ വിശ്വാസമെന്ന പാറമേൽ. പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസം എന്താണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ വിശ്വാസമെന്ന പാറമേൽ. ആരാണത്? ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്മേൽ, ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും.
നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. എത്ര വലിയ ദൗത്യമാണ് പത്രോസ്ലീഹയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. തൻ്റെ സഭയുടെ അധികാരം പത്രോസ്ലീഹയെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? പാപത്തിൽ ബന്ധിതരായ, പൈശാചിക ശക്തികളുടെ ചതിയിലകപ്പെട്ട് ബന്ധിക്കപ്പെട്ട് പോയ മനുഷ്യരെ അവരുടെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടി കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവ് യേശുക്രിസ്തു തൻ്റെ മരണം വഴിയായി, തൻ്റെ രക്തം വഴിയായി സകല പാപികളെയും പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട്, പാപമോചനം നൽകിക്കൊണ്ട്, അവരെ വിശുദ്ധരാക്കിക്കൊണ്ട്, തൻ്റെ രാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിലെ പിതാവിൻ്റെ മക്കളാക്കി തീർക്കുവാൻ കർത്താവ് അവർക്ക് വേണ്ടി ബലിയായി തീർന്നു. ആരെയും തള്ളിക്കളയാനല്ല, ആരെയും ഉപേക്ഷിച്ച് മാറ്റി നിർത്താനല്ല കർത്താവ് തൻ്റെ സഭയിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. വീണുപോയവരെയും തെറ്റിപ്പോയവരെയും തകർക്കപ്പെട്ടവരെയും അപമാനിതരെയും പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നവരെയും അവിടെ നിന്ന് മോചിപ്പിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സ്ഥാനത്ത് പത്രോസ്ലീഹായെ ആക്കി വെക്കുമ്പോൾ പത്രോസ്ലീഹായോട് പറയുന്നത്, നീ ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെടും. കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പത്രോസ്ലീഹ അത് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ ഹിതം എന്താണ്? പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. കർത്താവ് എന്തിനാണ് വന്നത് ഇവിടെ? കർത്താവ് പൈശാചിക ശക്തികളിൽ നിന്നും അവരുടെ അധികാരത്തിൽ നിന്നും തൻ്റെ ജനത്തെ വീണ്ടെടുക്കാനാണ്. അപ്പോൾ അനുദപിച്ചു വരുന്ന ഒരു വ്യക്തിയോട് അവർക്ക് വേണ്ടി നാം ഓരോരുത്തരും എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്? ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന്, പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടു പോയി ബന്ധിതരായിരിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് യേശുക്രിസ്തു എഴുന്നള്ളി വന്നു. തൻ്റെ സഭയുടെ ദൗത്യവും അതുതന്നെയാണ്. തെറ്റിപ്പോയവരെ, പൈശാചിക ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. അതിൻ്റെ സ്ഥാനപതിയായി നിൽക്കുന്ന പത്രോസ്ലീഹായോട് കർത്താവ് പറയുകയാണ്, നീ ഈ ഭൂമിയിൽ കെട്ടുന്നത് കെട്ടപ്പെടും, നീ ഈ ഭൂമിയിൽ അഴിക്കുന്നത് അഴിക്കപ്പെടും. ആരെയാണ് കെട്ടേണ്ടത്? ആരെയാണ് അഴിച്ചുവിടേണ്ടത്? അവിടെയാണ് നമുക്ക് ശ്രദ്ധ വേണ്ടത്. അങ്ങനെയെങ്കിൽ പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടു പോയ തൻ്റെ ജനത്തെ എങ്ങനെയാണ് തൻ്റെ സഭ അതിൽ നിന്ന് വിടുവിക്കേണ്ടത് എന്നുള്ളതും വ്യക്തമാണ്. ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ കർത്താവ് പിതാവാം ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരെയാണ് ബന്ധിക്കേണ്ടത്? പിശാചിനെയാണ് ബന്ധിക്കേണ്ടത്. കർത്താവ് ആരെയാണ് ബന്ധിച്ചത്? പിശാചികളെയാണ് ബന്ധിച്ചത്, മനുഷ്യരെയല്ല. തൻ്റെ അധികാരം താൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ ബന്ധിതരെ മോചിക്കുവാനും പിശാചികളെ ബന്ധിക്കുവാനുമാണ് പറഞ്ഞു വിട്ടത്. പിശാചികളുടെ മേൽ അധികാരം കൊടുക്കുക ചെയ്തത്. പാപികളെ അതിൽ നിന്ന് രക്ഷിക്കുവാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പോൾ ഇവിടെ പത്രോസ്ലീഹായ്ക്ക് കിട്ടിയിരിക്കുന്ന അധികാരം, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് പറയുമ്പോൾ
പാപത്തിൽ ബന്ധിക്കപ്പെട്ടവരുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് പൈശാചിക ശക്തിയെ ബന്ധിക്കാനാണ് അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. പൈശാചിക ശക്തികളെ ബന്ധിക്കുവാൻ, തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യരെ ബന്ധിക്കുവാനല്ല, മനുഷ്യരെ ശപിക്കുവാനല്ല. തൻ്റെ വചനം മുഴുവനും താൻ പഠിപ്പിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവാനാണ്, തെറ്റിപ്പോയവരെ ചേർത്ത് പിടിക്കുവാനാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണം മറ്റുള്ളവരോട് പെരുമാറേണ്ടത്? വീണവരോട്, തെറ്റിപ്പോയവരോട് എങ്ങനെയാണ് നാം പെരുമാറേണ്ടത്? ആരെയാണ് നാം ശപിച്ച് മാറ്റി നിർത്തേണ്ടത്? പിശാചിനെയാണോ അതോ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മക്കളെയാണോ? തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുവാനാണ്, അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരോട് കരുണ കാണിക്കുവാനാണ് പരിശുദ്ധ പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്തെന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. യോഹന്നാൻ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ പ്രിയ ശിഷ്യൻ യോഹന്നാൻ പറയുകയാണ്, ആരെങ്കിലും പാപം ചെയ്യുവാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മാധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്നും നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നാം അവനെ അറിയുന്നു എന്ന് അതിൽ നിന്ന് തീർച്ച. അവൻ പറഞ്ഞിരിക്കുന്ന കൽപ്പന എന്താണ്? നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. യോഹന്നാൻ പറയുകയാണ്, കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മാധ്യസ്ഥനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഇതാണ് സഭ, കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആദ്യം വായിച്ചു കേട്ട വചനം ഒന്നുകൂടി മനസ്സിലാക്കേണ്ടി വരുന്നത്, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. യേശു ക്രിസ്തുവിനെ പ്രതി ക്ഷമിക്കുന്ന പൗലോസ് ശ്ലീഹ ഒരു മനുഷ്യനെ എങ്ങനെ, തെറ്റിപ്പോയൊരു മനുഷ്യനെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ശ്ലീഹ വഴി നമ്മളെ പഠിപ്പിക്കുകയാണ്. കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം അപ്പോസ്തലന്മാർക്ക് നൽകിയെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത്, കെട്ടപ്പെടേണ്ടത് പൈശാചിക ശക്തികളെയാണ്. ആ അധികാരം വെച്ച് ബന്ധിക്കേണ്ടത് തൻ്റെ ജനത്തെ, തൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ബന്ധിക്കുന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ മോചിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിൽ 21 വചനം മുതൽ പരിശോധിക്കുമ്പോൾ യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും.
തൻ്റെ സ്ലീഹന്മാരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ? കർത്താവ് യേശുക്രിസ്തു പാപികളുടെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുവാൻ വന്നവനാണ്. അവൻ്റെ സ്ഥാനത്ത് ആയിരിക്കുന്ന അപ്പോസ്തലന്മാരും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവൻ്റെ നാമം ധരിച്ചിരിക്കുന്ന നാമം എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് തിരിച്ചറിയണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ, എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളോട് പാപം ചെയ്തവരോടും നമ്മളെ വേദനിപ്പിച്ചവരോടും നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കണം. സർവശക്തനായ ദൈവം നമ്മെ അതിനെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.